പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും ആയിരിക്കുന്നിടത്ത് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ മേലുണ്ടായിരുന്നതിനാൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം രുചിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അതിനായിട്ട് നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയമുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാമേ. കർത്താവിൻ്റെ കൃപ നമ്മെ പരിപാലിക്കും. നീ കടന്നു വരുന്ന വർഷത്തിൽ നമ്മൾ പല റിതംസ് ഓഫ് ലൈഫ് റീസെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ അല്ലേ? ചിലതൊക്കെ ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യണം അല്ലേ? ചിലതൊക്കെ നമ്മുടെ ഒരു ഹെൽത്തി പ്രാക്ടീസായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കണം എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നില്ലേ? ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലെ ഓരോ കാര്യം കൊണ്ടുള്ള യാത്ര കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളും വിഷയങ്ങളുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ അങ്ങ് ആശ്രയിക്കുക. ഞാൻ പറയട്ടെ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെക്കുറിച്ച്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച്, ചില ബന്ധങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഒരു കലണ്ടർ സെറ്റ് ചെയ്യണം, ഒരു പ്രയർ ഡയറി സെറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയും എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് മോസ്റ്റ് പവർഫുൾ റീസെറ്റ് കർത്താവെ ഒന്ന് ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മുഖത്തേക്ക് നോക്കണമെങ്കിലും ആ ഭാഗത്തൊരു ഡിവൈൻ കാഴ്ചപ്പാടോടെ നോക്കണമെങ്കിൽ നമ്മൾ ദൈവവചനം അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ദൈവത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നാം ദൈവവചനത്തെ നോക്കി മനസ്സിലാക്കുന്നത് ഏറെ നന്ന്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനം ഉള്ളത് ആകുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ചോദിക്കാം. ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത് ദൈവമക്കളെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഹൃദയദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണം. എന്തിനാ? വിളിയാലുള്ള ആശ ഒന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ ഐഡൻറ്റിറ്റി പല കാലങ്ങളായിട്ട് ഷേപ്പ് ചെയ്യുന്നത് പല വിധത്തിലുള്ള സ്വാധീനം നമ്മുടെ മേൽ വരുന്നത് കൊണ്ടാണ്. ചിലത് ബന്ധങ്ങളിൽ നിന്നായിരിക്കും, ചിലത് കൾച്ചറിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന്, ചിലത് നാം എടുക്കുന്ന ചില ഡിസിഷൻസിൽ നിന്ന്, ചിലതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്. എന്താണെങ്കിലും ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ദൈവമാണ് നമ്മുടെ എല്ലാ സംഗതികളിലെ കഴിഞ്ഞും ഏറ്റവും വലിയവൻ. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ, എന്ത് അവൻ പ്ലാൻ ചെയ്യുന്നോ അത് നാം വിശ്വസിച്ച് അതിനനുസരിച്ച് നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ അതെല്ലാം കാണുന്നുണ്ട്. ദൈവത്തെ ആഴത്തിലൊന്ന് അറിയുവാൻ, ആഴത്തിലറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ തക്കണം. എല്ലാം ഒരു ദൈവിക പ്രകാശനം ദൈവം തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അനേക പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയും. നാം ഹോളി ആയിരിക്കണം, നാം ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായിരിക്കണം, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം, പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടവരായിരിക്കണം, നാം വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നമ്മുടെ മേലുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. കുഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ലേറ്റസ്റ്റ് റെസ്യൂമേൽ അല്ലെങ്കിൽ നിൻ്റെ കോളേജ് ആപ്ലിക്കേഷനിൽ നീ ഈ ബയോഗ്രഫി വല്ലതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ വർഷം കഴിഞ്ഞ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ബിഹേവിയറിനെയൊക്കെ
അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ ഒന്ന് അടുത്തറിയുവാൻ, കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് അറിയണം, നിന്നെ എനിക്കൊന്ന് അനുഭവിച്ചറിയണം, അതിനുവേണ്ടി കുറച്ചുകൂടെ എനർജി സ്പെൻഡ് ചെയ്യുവാൻ റെഡിയാകുമോ? എന്നിട്ട് ആ ബന്ധത്തിൽ നീ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തേ. എന്തൊക്കെ സംഗതി നിനക്ക് ഭാരമായിരിക്കുന്നോ ആ സംഗതികളെ അവൻ നിനക്ക് വേണ്ടി കൈകാര്യം ചെയ്തു തരും. ഒരുമിച്ച് ദൈവവുമായി സമയം ചെലവഴിപ്പാൻ അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തേ. ഓരോ ദിവസവും അവനോട് സംസാരിപ്പാൻ, അവൻ്റെ ഉപദേശം കേൾപ്പാൻ, സത്യസന്ധമായി ഇരിപ്പാൻ, എല്ലാ കാര്യത്തിലും ഒന്നും ഡോണ്ട് ഹോൾഡ് എനിത്തിങ് ബാക്ക്, ഗോ ഓൾ ഇൻ. പറ്റുമോ? നാം അങ്ങനെ അങ്ങ് അറിയുമ്പോൾ നമുക്ക് നാം ആരാന്നും സത്യത്തിൽ മനസ്സിലാക്കുവാൻ കൊണ്ടം ഇടയാകും. നമ്മളെപ്പോൾ റെഡിയാണോ ആ സമയത്ത് അവന് നമുക്ക് വേണ്ടി റെഡിയാണ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, എഫേസ്യർ 1-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ചില വാക്യങ്ങളൊക്കെ പോപ്പപ്പ് ചെയ്ത്, ചില വാക്കുകൾ, ചില വേർഡ്സ് പോപ്പപ്പ് ചെയ്ത് നിൻ്റെ മനസ്സിലേക്ക് വരുന്നില്ലേ? ദൈവം നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആ വാക്കുകൾ കൂടി നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതിനകത്തുള്ള എല്ലാ തടസ്സങ്ങളെയും ഓവർകം ചെയ്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കണേ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നമുക്ക് അവൻ തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മെക്കുറിച്ച് തന്നെ കാണുന്ന ആ നെറേറ്റീവ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോടെ നമുക്കൊന്ന് പുതുതിലേക്ക് കയറാം. ഐ ആം മെയ്ഡ് ന്യൂ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കോൺഫിഡൻ്റായിട്ട് ഹല്ലേലൂയ നമ്മുടെ ആ ട്രൂ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞെ നീ ചോദിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി അത് ചെയ്ത് തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ പറയുന്ന പോലെ എല്ലാ വചനവും ദൈവശ്വാസീയമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മനുഷ്യരാകുന്ന നമ്മൾ സൽപ്രവൃത്തിക്ക് വേണ്ടി സകല വകയും പ്രാപിച്ചിട്ട് തികഞ്ഞവരായിത്തീരണം. ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മനുഷ്യർ സാധാരണ പറയും സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ദൈവത്തിൻ്റെ ഹിസ്റ്ററി ബുക്കാണ്, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ബൈബിളെന്ന് മനുഷ്യർ സാധാരണ പറയാറുണ്ട്. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അതല്ല അതിൻ്റെ ഹോൾ പിക്ചർ. തിരുവചനമെന്ന് പറഞ്ഞാൽ, സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡിവൈൻ വേർഡാണ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതം പണിയപ്പെടണമെങ്കിൽ ഈ വചനമായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അത് നമ്മെ ഗൈഡ് ചെയ്യും. തെറ്റേതാ ശരിയേതാ നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ സ്റ്റാൻഡേർഡിലല്ല അവരത് മനസ്സിലാക്കി തരുന്നത്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരത് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. നല്ല നല്ല സ്റ്റെപ്സ് എടുപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനേക ആൾക്കാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എഴുതി തന്നിട്ടുള്ള ഉപദേശങ്ങളുണ്ടല്ലോ. പൗലോസ് തിമോത്തിക്ക് എഴുതിയപ്പോൾ കൊടുത്ത ഉപദേശങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് റീസെറ്റ്സ് അവർ മൈൻഡ് സെറ്റ് ആൻഡ് ഹാർട്ട്സ് ടു ഗോഡ് സ്റ്റാൻഡേർഡ്. പറ്റുമോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വെറുതെ അങ്ങ് വളരാനല്ല. ഹല്ലേലൂയ. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ ആഴത്തിലൂറിയ ശുദ്ധീകരണം ഏറ്റെടുത്ത് വചനം നമുക്ക് തന്നിരിക്കുന്ന ആ അതോറിറ്റി മനസ്സിലാക്കി അത് സ്വന്തമാക്കി ആ വചനം തരുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് നമ്മിൽ ചില ആത്മീയമായിട്ടുള്ള ചിലതൊക്കെ ഉൾത്തിരിഞ്ഞ് വന്നിട്ട് ഒരു ക്രിസ്തീയ ജീവിതം, ഒരു പൂർണ്ണതയുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കുഞ്ഞെ നിനക്ക് കഴിയുമോ? പ്രൈസ് ഗോഡ്. തിരുവചനം ദൈവശ്വാസ്യമാണ്, ഗോഡ് ബ്രെത്ത്ഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റ് ബുക്കുകൾ വായിക്കുന്നത് പോലെ ബൈബിളിനെ വായിക്കുവാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. വളരെ സീരിയസ് ആയിട്ട് അനുസരിപ്പാനുള്ള ഒരുക്കത്തോടെ നാം ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഈ ദൈവവചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനോ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ
സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഈ പാസേജ് വായിക്കുമ്പോൾ നാം നമ്മുടെ നെയ്ബേഴ്സിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? മനസ്സിലാക്കിയാൽ നന്ന്. പ്രൈസ് ഗോഡ്. അവരാരാന്ന് വിചാരിച്ചല്ല നമ്മൾ അവരെ സേവിക്കുന്നത്. നാം സ്നേഹിക്കുന്നത് ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചല്ലോ. അതുകൊണ്ട് ഇഫ് വി ക്ലെയിം ടു ലവ് ഗോഡ് വി മസ്റ്റ് ഓൾസോ ലവ് അതേഴ്സ്. അതാണ് ആ ഇൻസ്ട്രക്ഷൻ്റെ, ആ വാക്യത്തിൻ്റെ ആ ട്രൂ ഇൻറ്റൻസിറ്റി നാം മനസ്സിലാക്കിയാൽ. അതുകൊണ്ട് ദൈവവചനത്തിൽ കൂടി ഓരോ ദിവസവും ഗോഡ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ദൈവശ്വാസീയമായ വചനം വായിച്ച് എല്ലാ ഹെൽപ്ഫുൾ ടിപ്സ് അതിനകത്ത് തന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യണം. സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ വാസ്തവമായ ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പുതിയ വർഷം പുതിയ കൃപകൾ പ്രാപിച്ച് പുതിയ ശക്തിയോടെ ജീവിപ്പാൻ്റെ കോണം ദൈവവചനത്തിൻ്റെ ആഴവും അതിൻ്റെ വെയിറ്റും നാം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പൂർണ്ണ ഉൾക്കാഴ്ച പ്രാപിച്ചെടുത്തുകൊണ്ട് ജീവിതം ശക്തിയുള്ളതായി തീരുവാൻ്റെ കോണം നമ്മുടെ പ്രെയർ ലൈഫിൽ പോലും വ്യത്യാസം വരുവാൻ്റെ കോണം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുവാൻ്റെ കോണം ഒരു പക്വതയിലേക്ക് നടത്തപ്പെടുവാൻ്റെ കോണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ശരണപ്പെടുവാൻ്റെ കോണം, ദൈവത്തിൽ ആശ്രയിപ്പാൻ്റെ കോണം, ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ചാരിക്കൊണ്ട് നിൻ്റെ വചനത്തിൻ്റെ അന്തസ്സത്ത് മനസ്സിലാക്കി ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറി ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്ത് ഞങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് ജയത്തോടെ കൊണ്ടുപോകാൻ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ പാരണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.